ഇത് കണ്ടാണ് സൈസാ ഗൈസ്. ഒടുവിൽ നമുക്ക് നൈസ് ഒരു കിലോ അടുത്തുള്ളൊരു വരാലടിച്ച് കയറിയിട്ടുണ്ട്. ഈ ഒരു ലൈനിൽ ഫുള്ള് ചൂണ്ടക്കാരാണ്. ഇപ്പോൾ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 പേരാ ഈ ഒരു അത്രേ ഉള്ളായോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങി അടിക്കാൻ പോകാം. പാടം വരിച്ചപ്പോഴേ മീനെല്ലാം അതിനകത്ത് ഇറങ്ങി കിടപ്പുണ്ടായിരിക്കും. അടിച്ചു എൻ്റെ അളിയ അടിച്ചു. യെസ്, ഫിഷ് ഓൺ ഫിഷ്. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു കാസ്റ്റിംഗ് കച്ച്. അപ്പോൾ നമ്മൾ സൺഡേ മോർണിംഗ് ആയിട്ട് നമ്മൾ ഫിഷിങ്ങിനായിട്ട് വന്നേക്കാണ്. നമ്മളിന്ന് വെറൈറ്റി ഫിഷിംഗ് ആയിരിക്കും ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളിന്ന് സ്പൂൺ കാസ്റ്റിംഗ് ഉണ്ട്, പെൻസിൽ ലൂർ കാസ്റ്റിംഗ് ഉണ്ട്, ഫ്രോ കാസ്റ്റിംഗ് ഉണ്ട്. കാരണം സൺഡേ മോർണിംഗിൻ്റെ അത്യാവശ്യം നമുക്ക് ടൈം ഉണ്ട് നമുക്ക് കാസ്റ്റിങ്ങിനായിട്ട്. നമ്മുടെ 2 ബ്രദേഴ്സും ഉണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഇവർ എല്ലാവരും ഓരോ കാസ്റ്റിങ്ങിനായിട്ടാണ് ഇറങ്ങുന്നത്. ഞാനേതായാലും ഫ്രോ കാസ്റ്റിങ്ങിനാണ് പോകുന്നത്. നമ്മുടെ ഫ്രണ്ടായ ബിലാൽ, അവൻ പോകുന്നത്, അവന് കഴിഞ്ഞുള്ളൊരു ആറ്റോളം അടിച്ച് കയറിയായിരുന്നു. അതുകൊണ്ട് അവൻ വാളയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ ഇത്തവണ ഇറങ്ങാൻ പോകുന്നത്. അവനെന്ന് പറഞ്ഞാൽ അടിച്ച് കയറ്റുന്നതാണ് അവൻ പറയുന്നത്. നമുക്കാരും നോക്കാം. പിന്നെ നമ്മുടെ ബ്രദേഴ്സ് വാഹയ്ക്ക് വേണ്ടി കാസ്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാവോട സ്കാർ എന്ന് പറഞ്ഞ ഫ്രോഗാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ 2-3 വരാലടിച്ച് കയറിയത് ഈ ഫ്രോഗിലാണ്. ഡബിൾ സ്പിന്നർ ആണെന്നുള്ള നല്ല ആക്ഷനും ഫ്ലോയും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഹുക്കപ്പ് അന്യായ ഹുക്കപ്പ് തന്നെയാണ്. നല്ല ഫ്രോഗ് ഏതായാലും. നമ്മളതായാലും സ്ഥിരം ഉപയോഗിക്കുന്ന റോഡറിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ സീസണിലെ കാസ്റ്റക്സും ഫോസിലിൻ്റെ അൾട്ടിമയും ബൈറ്റ് കാസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കി ഇവരെല്ലാം സ്പിന്നിങ് റോഡാണ് യൂസ് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു അടിയാൻ്റെ ഇളക്കുന്ന ഒറ്റ അടി അടിച്ചുള്ളൂ നമുക്ക്. ഇങ്ങനെ രാവിലെ പെട്ടെന്ന് എങ്ങനെയാണോ മുമ്പ് അടിച്ച് നീ അവിടെ പോയി നിർന്നു. രാവിലെ ഞാൻ ഇവിടെയൊക്കെ ഓടിച്ചിട്ട് അടിക്കുമല്ലോ. നമുക്കപ്പോൾ ഒരു വാഹയല്ലല്ലോ വാള സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മിസ്സായിട്ടുണ്ട്. അത് ഇത്രയും ഡ്രാഗ് ചെയ്യേണ്ട കാര്യമില്ല. വലിച്ചപ്പോൾ ഡ്രാഗ് പോയിട്ടായിരുന്നു പറഞ്ഞ് കേട്ടായിരുന്നു. വാളയാടാ ഡ്രാഗ് ശരിക്കും ഊന്നും പറഞ്ഞു. ഡ്രാഗിന്റെ സൗണ്ട് കേട്ടോ. വാഹയല്ലേ വാളയാ. ഉക്കായില്ല. ഞാൻ ഇവിടെ ക്യാമറ ഓണാക്കാണ്ടി പോയി. ഈ ഏരിയ അടിച്ച് ഇത് കണ്ടാണ് സൈസാ ഉക്കായില്ല. ഇനി അടിക്കുക. അവിടെ നിപ്പണ്ടാ പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. പറഞ്ഞോളാ അവിടെ തന്നെ പോണ്ട്. അടുത്ത അടിക്ക് നമുക്ക് അടിച്ചു കയറ്റുവാൻ. ഫ്രോഗ് അടിച്ച് തിരിച്ചു കളങ്ങനെ. ഞാൻ കരക്കറ്റ വന്ന മത്സരം അവിടെ അതിനെ തൊട്ടിട്ട് അടിക്കാൻ. അവരെ എവിടെയിട്ട് അടിച്ചിട്ടും അടിക്കുന്നില്ല. അവിടെ തന്നെ പോണ്ട്. അവിടെ നേരെ എടുക്കും. ഇതില അടിച്ച് അവനടിച്ചു. എന്താ കാണിച്ച് സൈസാണോ? അയ്യ ഇടത്തരം നാടനാണ്. വിയറ്റാണ്. നാടനാ, കുഴപ്പമില്ല. ഈ ഒരു ലൈനിൽ ഫുള്ള് ചൂണ്ടക്കാരാണ്. ഇപ്പോൾ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 പേരാ. ഈ ഒരു ലൈനിൽ മാത്രം 8 പേര്. ഗൈസ്, അപ്പോൾ നമ്മളിത് ഈ കാണുന്ന കണ്ടത്തിൽ ഇനി ഇറങ്ങി അടിക്കാൻ പോകട്ടോ. ഈ കണ്ടത്തിൻ്റെ പകുതി വരെ ഇറങ്ങിയതിട്ട് അടിക്കുക. കാരണം ഈ ഏരിയയിലൊക്കെ മീനില്ല. എല്ലാം നടുക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. ഓൾറെഡി ഇവിടെ ഒരു 7-8 പേരിങ്ങനെ ചൂണ്ടയുടെ ഇവിടെ നിൽപ്പുണ്ട്. നമ്മളായാലും ഇറങ്ങി അടിക്കാൻ പോയി കണ്ടത്തിലേക്ക്. അത് നീ വെച്ചാൽ 2 വരലടിച്ച് കയറിയിട്ടുണ്ട്. നമുക്കല്ല, നമ്മുടെ അനിയന്. ഏതായാലും ഒന്നും വീഡിയോക്കകത്ത് കിട്ടിയിട്ടില്ല. ഇറങ്ങിക്കോ.
അത്രേ ഉള്ള ആഴം? ഇത് അടുത്ത സ്റ്റെപ്പ് വെച്ച് ചിലപ്പോൾ അപ്പുറത്തോട്ട് കാണുന്നില്ല. അടുത്ത ഒരു സ്റ്റെപ്പ് വെച്ചേ. ഇല്ലേ? ആ അപ്പം അത് ചാല. അത്രേ ഉള്ളല്ലേ? മുമ്പോട്ടൊന്ന് നിൽക്ക്. അടുത്ത അടിച്ചേ. അടുത്ത സ്റ്റെപ്പ് വെക്ക്. അത്രേ ഉള്ളല്ലേ? ഓക്കെ, അടുത്ത ഞാൻ പറയാം. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി അടിക്കാൻ പോവാ. അവിടെ തിരിച്ചു കയറില്ല, ഇനി വാങ്ങിയാണ് അവൻ്റെ ഫോൺ എടുത്തോളൂ. അവൻ കരക്ക് വന്നപ്പോൾ മൂന്നാമത്തെ മീൻ അടിച്ച് കയറ്റിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഇങ്ങനെ പാടത്തൊക്കെ ഇറങ്ങി അടിക്കും. പാടത്തിൻ്റെ നടുക്ക് വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് കാസ്റ്റിങ്. നമ്മുടെ കസിനായത്. അവൻ ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല. അവന്ന് അടിച്ച് കയറ്റുന്ന അവൻ പറയുന്നത്. എനിക്കൊന്നും അടിച്ചിട്ടില്ല. അതിനകത്ത് കൊളയായിട്ടൊന്നും ഇല്ലല്ലോ. അടിച്ചടിച്ച് നാളെ വരാല്ലേ? എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും ഈ പാടത്തുനിന്ന് അങ്ങനെ അടിച്ചൊന്നുമില്ല. അതെന്തോ ഭാഗ്യക്കേടാന്ന് തോന്നുന്നു. അല്ല, നമ്മൾ കാസ്റ്റിങ് നിർത്തുന്നില്ല. നമ്മൾ ഇനിയും പോയി കാസ്റ്റ് ചെയ്ത് എന്തായാലും പിടിച്ചിരിക്കുന്നത്. നമ്മുടെ അനിയന് കിട്ടിയ മീനാണ്. ഈ 3 വരാലും നമ്മുടെ അനിയന് കിട്ടിയാണ്. നമ്മളായാലും വിട്ടു കൊടുക്കത്തില്ല. നമ്മളായാലും പിന്നെയും കാസ്റ്റിങ്ങിനായിട്ട് പോവാണ്. നമ്മൾ മീനിട്ടിരുന്നതിൻ്റെ തൊട്ടിപ്പുറം ഒരു പാമ്പിൻ്റെ ഒരു പടം പൊഴിച്ചിട്ടിരിക്കുന്നു. പാടം വലിച്ചപ്പോഴേ മീനെല്ലാം അതിനകത്ത് ഇറങ്ങി കിടപ്പുണ്ടായിരിക്കും. അടിച്ചു. എൻ്റെ അളിയ ഏടാ വിട്ടുപോയടാ. ശേ, ഇത് അടിച്ചടിച്ച് അടിക്കുന്നുണ്ടോ? കുറേ ഒന്ന് അടിക്കുന്ന. ഇത് ഇപ്പം അടിക്കുന്നുണ്ടെങ്കിൽ ചെറുതാ. ഓ, ശേ, അടിച്ചടാ, വിട്ടുപോയി. ജസ്റ്റ് അങ്ങനെ അടിച്ചേറ്റാ. ഈ വെള്ളത്തിൽ പോണ്ട്, കുറച്ച് വെള്ളത്തിൽ പോണ്ട്. മുക്കായില്ല. അവിടെ പോട്ടെ, പുറമേ മാറണം. എൻ്റെ മോനെ, ചെറുമീനെടുത്ത് പോയണ്ടോ നീ? ആടശ്ശേ, ഇരിക്കാതെ അവിടെ വല്ല ഒളിച്ചിരിക്കട്ടെ. എല്ലാം കയറിയ അടിച്ചടാ. ശേ, നമ്മൾ നിന്നിടത്തുനിന്ന് അടിച്ചു. ഉടക്കിയ ഇല്ല. യെസ്, ഫിഷ് ഓൺ. ഒടുവിൽ നമുക്കടിച്ച് ക്യാമറ ഓഫാടാ ഗൈസ്. ഒടുവിൽ നമുക്ക് നൈസ് ഒരു കിലോ അടുത്തുള്ളൊരു വരാൽ അടിച്ച് കയറിയിട്ടുണ്ട്. നല്ല നൈസ് വരാൽ. എത്ര നേരം നിന്ന് ഇവന്
ഇവൻ അടിക്കാൻ വിട്ടു അവസാനം നമ്മളവനെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ചെയ്താലും ഇന്നത്തെ ഇവിടെ കൊണ്ട് തീരുവാണ്. കാരണം ഒരുപാട് ഇരുട്ടായി. കാരണം കഴിഞ്ഞ വീഡിയോ അവിടെ ഗോപ്രോ ഓണായിട്ട് നമ്മൾ മീനടിച്ച സമയത്ത് ഗോപ്രോ ഓഫാന്ന് പറഞ്ഞ് ഗോപ്രോ ഓണായിരുന്ന ഗോപ്രോ ഓഫാക്കി കളഞ്ഞ്. അങ്ങനെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അല്ല നമുക്ക് കാസ്റ്റിംഗ് നിർത്തേണ്ട അവസ്ഥയായി. അല്ല നമ്മൾ ഇതിലും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നല്ല അടിപൊളി മീനൊക്കെ അടിച്ച് കിട്ടുന്ന വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. ഏതായാലും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ഇതിലും കിടലും വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.